ഇത് തീർന്നോ? ഇല്ല, തീരുന്നില്ല. സിറാജിലും സുപ്രഭാതത്തിലും വന്ന LDFന്റെ പത്രപരസ്യമാണ് പാലക്കാട്ടെ ലേറ്റസ്റ്റ് വിവാദം. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന തലക്കെട്ടിന് കീഴിൽ സന്ദീപ് വിമർശനവും കുത്തിപ്പൊക്കലും. വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷമെന്നാണ് മന്ത്രി MB രാജേഷിന്റെ ന്യായീകരണം. സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? പാർട്ടി വിമർശനം ഉന്നയിക്കുന്ന മാധ്യമങ്ങൾക്ക് വലതുചാപ്പ കുത്തിക്കൊടുക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് സിറാജും സുപ്രഭാതവും ഏതു മാനേജ്മെന്റിന് കീഴിലാണെന്ന് അറിയില്ലെന്ന നിഷ്കളങ്കത. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പരസ്യം CPMന്റെ ഗതികേടെന്ന് KPCC അധ്യക്ഷൻ. അവരുടെ ഒരു ഗതികേട് അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ. AK ബാലൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ബാലന്റെ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നത്, വർഗീയതയെ കുറിച്ച് പറയുന്നത്. എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് വടകര MP. കുറേ തിരക്കഥ തയ്യാറാക്കി, കുറേ വ്യാജ റെയ്ഡ് അതും ഇതൊക്കെ നടത്തി നോക്കിയിട്ട് അതൊന്നും ക്ലച്ച് പിടിക്കാഞ്ഞിട്ട് ഇപ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് ഗ്ലോറിഫൈഡ് വേർഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. മതവും മതാനുബന്ധിയായ വിഷയങ്ങളും തന്നെയാണോ കേരളത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇനി മുഖ്യ വിഷയമെന്നതാണ് മതനിരപേക്ഷ സമൂഹത്തിന്റെ ആശങ്ക. മുന്നിലാണ് അതിൽ എല്ലാ മുന്നണികളും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.